നമസ്തേ, ഹരി ഓം. നിങ്ങളുടെ ഡേ വന്നിട്ട് കിങ് ഓഫ് ഫാൻസ് ആണ്. കിങ് ഓഫ് ഫാൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആക്റ്റീവായിരിക്കും നിങ്ങൾ എന്നുള്ളത്, ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. അതുപോലെ ദിസ് വിൽ ബ്രിങ് ഫിനാൻസ് സക്സസ് ടു യു എന്നുള്ളതാണ്. മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്കും അതുപോലെ തന്നെ നല്ല സപ്പോർട്ട് കിട്ടുന്നുള്ളതാണ്. സ്പിരിച്വലി നിങ്ങൾ യു ആർ ഇൻ പോസിറ്റീവ് വേ എന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്നവർക്കൊക്കെ വളരെ നല്ല ദിവസമാണ് ഇന്ന്. ഓക്കെ. അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്നവർ അതിന് വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ഫ്രണ്ട്ലി ആയിരിക്കും, വളരെ ഫ്രണ്ട്ലി ആയിരിക്കും നിങ്ങൾ. അത് പ്രകാരമാണ്. അതുപോലെ തന്നെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ എനർജി വന്നിട്ട് ഇത് സണ്ണാണ്. നിങ്ങളുടെ ഡെയിലി യൂണിവേഴ്സ് മെസ്സേജ് വന്നിട്ട് 9 ഓഫ് ഫാൻസ് ആണ്. 9 ഓഫ് ഫാൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ, അകാരണമായിട്ടുള്ള പേടി, ഭയങ്കര നെഗറ്റിവിറ്റി ഒക്കെ നിങ്ങൾക്ക് തോന്നും. ഒരു ഡീപ്പ് അൺഹാപ്പിനെസ് ഒക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. സ്ട്രെസ്സ് കൂടുതലായിട്ട്, ബേർഡൻ, അങ്ങനെയൊക്കെ എന്തൊക്കെ തോന്നും നിങ്ങൾക്ക്. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കും. എന്താവുന്നുള്ളൊരു ടെൻഷൻ, എന്തായിരുന്നു എന്നുള്ള ടെൻഷൻ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആയിരിക്കും. ഓക്കെ. പക്ഷേ നിങ്ങളുടെ എനർജിയും ഡേയും വന്നിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡായതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ദ സണ്ണാണ് നിങ്ങളുടെ എനർജി. ഇത് സണ്ണായതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൊണ്ടുപോകാൻ പറ്റും. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങാമെന്നുള്ളതാണ്. നല്ല പോസിറ്റീവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ എനർജി പ്രകാരം നിങ്ങൾക്ക് പോസിറ്റീവ് ഫീൽ ചെയ്യും. മെസ്സേജ് അങ്ങനെ വന്നു എന്ന് മാത്രം. അതുകൊണ്ട് അതിനെ നിങ്ങൾ അത്ര കാര്യമാക്കേണ്ടതില്ല. ഓക്കെ. ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റേതിനെ അത്ര ടെൻഷൻ അടിക്കേണ്ടതെന്ന് അർത്ഥം. ഓക്കെ. അപ്പോൾ മണിയുടെ കാര്യത്തിലാണെങ്കിൽ വലിയൊരു പ്രശ്നം വരില്ല. ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ് ചെയ്യുന്നവർക്കാണെങ്കിൽ. അതുപോലെ ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ നല്ല സമയമാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പോകാൻ പറ്റും. ഓക്കെ. വളരെ സക്സസ് ആയിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ എനർജി നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുക. നല്ല ടെൻഷൻ അടിച്ചിട്ട് നിൽക്കേണ്ടതില്ല. ഓക്കെ. അതുപോലെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്നുള്ളതാണ് ഇന്നത്തെ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ റിലേഷൻഷിപ്പിലെ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അതൊന്ന് നോക്കിയിട്ട് മാനേജ് ചെയ്യുക. ഞാനെപ്പോഴും പറയുന്നതാണ്, ഈ ഹോട്ട് ടെമ്പറുള്ള ചില ദിവസങ്ങളിൽ ഹോട്ട് ടെമ്പർ ആയിരിക്കും നിങ്ങളുടെ എനർജി വരിക. അപ്പോൾ ഹോട്ട് ടെമ്പർ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡേയിൽ ഹോട്ട് ടെമ്പറൊക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ കൂടുതലായിട്ട് സംസാരിച്ച് മുഷിയാതിരിക്കാൻ നോക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.